ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റഡി ടേബിളിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ പഴയ ഒരു ഫോൺ ബോക്സിനെ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഫോൺ ബോക്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ആരും മറക്കണ്ട. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ബോക്സിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു കുഞ്ഞു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ആ പുറത്തെ കവർ വരുന്ന പോർഷൻ്റെ മേലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നും കട്ട് ചെയ്ത് കളയണ്ട, കാരണം നമ്മളത് വേറെ ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഈ മേലത്തെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ താഴെ ഇതുപോലെ ഒരു ഡ്രോയർ പോലെ ആക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫോൺ ബോക്സ് വെച്ചിട്ട് ഒരു മിനി ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ കാലണ്ടറും അതുപോലെ പെൻ സ്റ്റാൻഡും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പോർഷൻ ബാക്കി ഭാഗം നമ്മൾ ഈ മേലെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒന്നുകിൽ ഇതിന് മൊത്തമായിട്ട് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പേപ്പറാണ് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഡ്രോയർ അടയ്ക്കാനും തുറക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു നോബ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഈ ഒരു ഭാഗത്തും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മേലെ പെൻസ് ഇട്ട് വെക്കാൻ പറ്റും. ഒരു പെൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഡ്രോയറിന് ബാക്കിലും കൂടെ ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 6 പീസ് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. അത് ഈ ഒരു മേലത്തെ പെൻ ഹോൾഡറിൻ്റെ ആ സെക്ഷൻ്റെ അളവിലാണ് പേപ്പർ കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരത്തെ എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു പീസ് ഇതുപോലെ താഴെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 6 കളർ പേപ്പേഴ്സിൽ 2 സൈഡിലായിട്ട് ഓരോ മാസം എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാലണ്ടറാണ് അവിടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഒരു സ്ട്രിപ്പിൻ്റെ മേലെ 2025 എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, കാരണം നമുക്ക് നെക്സ്റ്റ് ഇയറത്തേക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2025 എന്നുള്ളത് എഴുതണ്ട. ഇനി ഈ പേപ്പറിൽ കാലണ്ടർ ഒന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് അത് ഈ ഒരു പോർഷനിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനി ഓർഗനൈസർ കം പെൻ സ്റ്റാൻഡ് കം കാലണ്ടർ റെഡിയാവും. അത്രയേ ഉള്ളൂ. എന്താ പറയുക, എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. 3 in 1 ഐറ്റമാണ്. അപ്പോൾ ഒന്ന് ഫോൺ ബോക്സ്, പഴയ ഫോൺ ബോക്സ് എന്തായാലും ഒരെണ്ണമെങ്കിൽ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി ഇതിൻ്റെ ഈ ബോർഡർ നമ്മൾ കട്ട് ചെയ്തതൊക്കെ ഒരു വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ മാത്രമായിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ നമ്മൾ ഒരു വൂളൻ ത്രെഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് കളർ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പം വളരെ മിനിമലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മിനി ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. പെന്നും കാലണ്ടറും ഒക്കെ വെച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും. അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയാണ് വേണ്ടത്. അപ്പോൾ വൈറ്റ് കളർ തന്നെ ആയതുകൊണ്ട് എനിക്ക് പെയിൻറ്റ് അടിക്കേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ട്രാൻസ്പെറൻറ്റ് എങ്ങാനാണ് എടുക്കുന്നതെങ്കിൽ ഒരു ബേസ് പെയിൻറ്റ് വൈറ്റ് അടിച്ചു കൊടുക്കുക. സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം ഒരു ബ്ലാക്ക് മാർക്കറാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഷേപ്സ് അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കുക.
ഇനി ഇതിലേക്ക് ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളോട് 2 കുട്ടികൾ ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തമീസ, റിയ. അപ്പോൾ 2 പേർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ 2 ഗൂഗ്ലി ഐസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റ് കിറ്റിൽ നിന്നാണ് കിട്ടിയത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുളിക കവർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു ഫോം ഷീറ്റ് എടുത്തിട്ട് ഓവൽ ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലാക്കിനെ കൊണ്ട്. ഇപ്പോൾ തന്നെ നമ്മളുടെ പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടേബിളിൽ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് ബോക്സ് അത്യാവശ്യമാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ പാൽപ്പൊടിയുടെ ഡബ്ബയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഒന്ന് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. മിനിമം 2 കോട്ടെങ്കിലും അടിച്ചു കൊടുക്കണം, എന്നാലേ ആ താഴത്തെ പ്രിൻ്റ് പുറത്തേക്ക് കാണാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഡാബർ പെയിൻ്റ് ആണ്. അത് വെച്ചിട്ടും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാപ്പിൻ്റെ പോർഷനിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം ഈ താഴെ വൈറ്റ് കൊടുത്തില്ലേ, ആ ഒരു പോർഷനിൽ നമ്മൾ ബ്രൗൺ കളറാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രൗണിൽ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആക്കിയിട്ട് ഒരു ബേജ് കളർ പോലെ ആക്കിയിട്ട് ആ കളറാണ് നമ്മൾ ഈ താഴത്തെ ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബോബാട്ടി തീമാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് ഈ കളർ എടുക്കുന്നത്. മൊത്തമായിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് ഫെവിഗമ്മിൻ്റെ ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ക്യാപ്പ് ഈ ബ്ലാക്ക് പെയിൻറ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ബേസ് താഴെ വരുന്ന ഭാഗത്ത് ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ക്രാഫ്റ്റ് കിറ്റിൻ്റെ സെറ്റ് കിട്ടും. അപ്പോൾ അതിൽ ഗൂഗ്ലി ഐസ് ഉണ്ടാവും. അതാണ് ആദ്യം വെച്ച് കൊടുത്തത്. പക്ഷെ അത് വെച്ചിട്ട് അത്ര രസമില്ലാത്ത പോലെ തോന്നിയുണ്ട്. പിന്നെ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെയാണ് കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്നത്. പെൻസിൽ വെച്ചിട്ട് കണ്ണിൽ വൈറ്റ് കളർ ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പിങ്ക് കളർ പേപ്പറിൽ നിന്ന് ഒരു സെമി സർക്കിൾ കട്ട് ചെയ്തിട്ട് ഈ വായിൻ്റെ പോർഷനിൽ അവിടെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബോബാട്ടി തീമിലുള്ള സ്റ്റോറേജ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടാണ്. എന്തായാലും ഇതുപോലത്തെ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് സ്റ്റഡി ടേബിളിൽ ഉറപ്പായിട്ടും വേണ്ടുന്നൊരു സംഭവമാണ് ഈ ഒരു പ്ലാനർ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മന്ത്ലി പ്ലാനറാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് ഇതേപോലെ തന്നെ എക്സാം പ്ലാനറും ചെയ്തെടുക്കാം. അതായത് ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട്. ഞാനിപ്പം ഒരു A4 ഷീറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് മന്ത്ലി പ്ലാനറിന് എഴുതുന്നുണ്ട്, ടു ഡു ലിസ്റ്റ് എഴുതുന്നുണ്ട്, പിന്നെ ആ ഒരു മന്തിൻ്റെ കാലണ്ടർ എഴുതി കൊടുക്കുന്നുണ്ട്. മേലെ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് അവിടെയും കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ നോട്ട്സും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. മന്ത്ലി പ്ലാനറിന് എഴുതേണ്ട താഴെ മന്തും കൂടെ എഴുതിയിട്ട് ഒരു ബോക്സ് പോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മൊത്തമായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് വാട്ടർ പ്രൂഫ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള മന്ത് അവിടെ എഴുതുക, മൊത്തം പ്ലാനിങ് ചെയ്യുക. ആ മന്ത് കഴിയുമ്പോൾ ഇത് മൊത്തമായിട്ട് ഇറേസ് ചെയ്തിട്ട് വീണ്ടും ഇതന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് വാളിൽ ഹാങ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ട് വാളിലും ഹാങ് ചെയ്യാവുന്നതാണ്. എഴുതിയത് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ടോ ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
അടുത്ത ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു ബോക്സ് വെച്ചിട്ടാണ്. ഒരു മരുന്നിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അതിൻ്റെ മേലത്തെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ മേലെ ഭാഗത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു റൂളറും നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലും ബാക്കി 2 സൈഡ്സ് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുമാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ ലൈനുള്ള നോട്ട്ബുക്കിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക. അതിൻ്റെ മാർജിനൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ആ പേപ്പർ ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു ഇയർബഡ്സ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്യുക. ഇനി ഒരു പിങ്ക് സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അളവിൽ ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇയർബഡ്സിൻ്റെ സ്റ്റിക്ക് എടുത്തില്ലേ, അതിനും ഒരു പേപ്പർ ഇതുപോലെ റോൾ ചെയ്ത് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പേപ്പർ അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ ബോക്സിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മിനി ഡസ്റ്റ്ബിൻ ഇവിടെ റെഡിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് നമ്മൾ ടേബിളിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഏതാ കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ് അവേയിൽ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് വിന്നേഴ്സായിട്ട് ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.